ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് രണ്ട് ഫേസാണുള്ളത്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഫൈൻഡിങ് ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ. ഈ ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് ഈ പറയുന്ന 3 മെത്തേഡ്സിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. 3 മെത്തേഡ് വഴിയും നമുക്ക് ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഫസ്റ്റ് വൺ നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ, ലോവസ്റ്റ് കോസ്റ്റ് എൻട്രി മെത്തേഡ്, വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് ഓർ വാം. ഈ 3 മെത്തേഡിലും നമ്മൾ ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് കുറച്ചുകൂടി ആക്യുറസി കൂടുതലെന്ന് പറയുന്നത് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒപ്റ്റിമാലിറ്റി ഒക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതലും വാം മെത്തേഡ് യൂസ് ചെയ്ത് ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ മോഡി മെത്തേഡൊക്കെ അപ്ലൈ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഫേസ് ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സെക്കൻഡ് ഫേസ് ഒപ്റ്റിമൈസിങ് ദി ഒബ്റ്റൈൻഡ് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ. നേരത്തെ പറഞ്ഞ് നോർത്ത് വെസ്റ്റോ ലോവസ്റ്റ് കോസ്റ്റോ വോഗൽസോ ഇതിലേതെങ്കിലും ഒരു മെത്തേഡ് വെച്ച് നമ്മൾ കണ്ടുപിടിച്ച ആ ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷനെ ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത്. ആ ഒപ്റ്റിമൈസ് ചെയ്യുന്നത് നമ്മൾ മോഡി മെത്തേഡ്, അല്ലെങ്കിൽ അതിൻ്റെ മോഡിഫൈഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറയാം, അല്ലെങ്കിൽ UV മെത്തേഡ് എന്ന് പറയാം. ഈ ഒരു മെത്തേഡ് വെച്ചിട്ടായിരിക്കും ഒപ്റ്റിമൈസ് ചെയ്യുന്നത്. സോ ഒരു ജനറൽ ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിന് 2 ഫേസാണുള്ളത്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുക, ഈ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്ത്. അതിൽ ബെറ്റർ വൺ വാം മെത്തേഡ് തന്നെയാണ്. സെക്കൻഡ് വൺ ആ കിട്ടിയ ഒപ്റ്റെയിൻ ചെയ്ത സൊല്യൂഷനെ ഒപ്റ്റിമൈസ് ചെയ്യുക യൂസിങ് മോഡി മെത്തേഡ് അല്ലെങ്കിൽ UV മെത്തേഡ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് മോഡി മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. ഇതാണ് അപ്പോൾ ക്വസ്റ്റ്യൻ. സോൾവ് ദി ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ട്രാൻസ്പോർട്ടേഷൻ ടേബിളും കൊടുത്തിട്ടുണ്ട്. ഈ ടോപ്പിൽ കാണിച്ചിരിക്കുന്ന 1, 2, 3, 4 എന്ന് പറയുന്നത് നമ്മൾ അതിനെ മീൻ ചെയ്യുന്നത് ഡെസ്റ്റിനേഷൻസ് ആണ്. ഓരോ ഡെസ്റ്റിനേഷൻസ് ആണ് പറയുന്നത്. അതുപോലെ ഇവിടുത്തെ ലെഫ്റ്റ് സൈഡിലുള്ള 1, 2, 3 എന്ന് പറയുന്നത് ഇവിടുത്തെ ഒറിജിൻസ് ആണ്. ഈ ഓരോ ഒറിജിനിൽ നിന്നായിരിക്കും ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പ്രോഡക്ട്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ ഇതിനുള്ളിലുള്ള ഓരോ വാല്യൂസും ആണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഓരോ കോസ്റ്റ് സെൽസ് ആണ്. ഓക്കെ, ഇനി അവൈലബിലിറ്റി അല്ലെങ്കിൽ നമുക്ക് സപ്ലൈ എന്ന് പറയാം. ഈ റൈറ്റിൽ കാണിച്ചിരിക്കുന്ന എല്ലാം അതാണ്. ഇനി റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ ഡിമാൻഡാണ്. എത്രയാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്, റിക്വയർമെൻറ്റ് എത്രയാണ്, ഇത്രയുമാണ് ഇത് ബേസിക് കാര്യങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ ടേബിളിനെ പറ്റി അറിയാനുള്ളത്. പിന്നെ ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ്റെ 3 മെത്തേഡ്സ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാച്ച് ചെയ്താൽ അത് മനസ്സിലാവും ഏത് രീതിയിലാണ് ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ 3 മെത്തേഡ്സിലൂടെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ഏതൊരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം നമ്മൾ ആദ്യം സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴും ആദ്യം നമ്മൾ ഒരു കാര്യം നമ്മൾ എൻഷുർ ചെയ്യേണ്ടതുണ്ട്. വെദർ ഇറ്റ് ഈസ് ബാലൻസ്ഡ് അല്ലെങ്കിൽ അൺബാലൻസ്ഡ് ആണോ, അത് എന്താണെന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യുക. ബാലൻസ്ഡ് പ്രോബ്ലം ആണെങ്കിൽ അതിൽ സ്പെഷ്യലി നമ്മൾ വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്റ്റ്ലി നമുക്ക് ബാക്കി ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന സ്റ്റെപ്പിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇത് ബാലൻസ്ഡ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുക. ബാലൻസ്ഡ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അവൈലബിലിറ്റി അല്ലെങ്കിൽ സപ്ലൈ എല്ലാം ആഡ് ചെയ്യുക, റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ ഡിമാൻഡ് എല്ലാം ഒന്നിച്ച് ആഡ് ചെയ്യുക. രണ്ടിൻ്റെയും വാല്യൂസ് ഈക്വൽ ആണെങ്കിൽ ഈ പ്രോബ്ലം ബാലൻസ്ഡ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഞാൻ ഈ അവൈലബിലിറ്റി എല്ലാം ആഡ് ചെയ്യുന്നു, റിക്വയർമെൻറ്റ് എല്ലാം ആഡ് ചെയ്യുവാണ്. ഇവിടെ ഇപ്പോൾ 2 സൈഡും ആഡ് ചെയ്തപ്പോൾ സപ്ലൈയും ഡിമാൻഡും ഈക്വലാണ്, അല്ലെങ്കിൽ റിക്വയർമെൻറ്റും അവൈലബിലിറ്റിയും ഈക്വലാണ്. 340 എന്ന് പറയുന്ന ഒരു ആൻസറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഇത് ബാലൻസ്ഡ് പ്രോബ്ലം ആണ്. നമ്മൾ ആദ്യമേ വെരിഫൈ ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈ മോഡി മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഈ പ്രോബ്ലത്തിൽ ചെയ്യുന്നത് ആദ്യം വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് അല്ലെങ്കിൽ വാം മെത്തേഡിലൂടെ തന്നെയാണ് ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ആദ്യത്തെ ഫേസ് ഈ പ്രോബ്ലത്തിൽ വാം മെത്തേഡ് അല്ലെങ്കിൽ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡിലൂടെയാണ് ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. സോ ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ നമ്മൾ വോഗൽസ് വെച്ച് ചെയ്യുമ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പെനാൽറ്റി വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പെനാൽറ്റി എന്ന് പറയുന്നത് ഇപ്പം ഓരോ റോ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴും ഓരോ കോളം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴും പെനാൽറ്റീസ് കണ്ടുപിടിക്കണം. അപ്പോൾ പെനാൽറ്റി എന്ന് പറയുന്ന ഡിഫറൻസ് ബിറ്റ്വീൻ
സ്മോളസ്റ്റ് നമ്പർ ആൻഡ് സെക്കൻഡ് സ്മോളസ്റ്റ് നമ്പർ എന്നാണ്. അപ്പോൾ ഫസ്റ്റ് റോ കൺസിഡർ ചെയ്യുമ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഇസ് 100, സെക്കൻഡ് സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 190 ആണ്. സോ 190യും 100 അത് തമ്മിലുള്ള ഡിഫറൻസ് 190 100 ഡിഫറൻസിനെയാണ് നമ്മൾ പെനാൽറ്റി ആയിട്ട് ഇവിടെ അസ്യൂം ചെയ്യുന്നത്. സോ 190 മൈനസ് 100 90 ആയിരിക്കും ഇവിടുത്തെ ഫസ്റ്റ് പെനാൽറ്റി എന്ന് പറയുന്നത്. ചിലരൊക്കെ നമുക്കിങ്ങനെ വേണമെങ്കിൽ ടേബിളിനെ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ടേബിൾ ചെയ്യാം. ഞാൻ ഈ പ്രോബ്ലത്തിൽ ഒരേ ടേബിൾ, ഈ ഒരു സെയിം ടേബിളിൽ തന്നെ എല്ലാ പെനാൽറ്റിയും ഒന്നിച്ച് തന്നെയാണ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അതാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുന്നത്. 190 മൈനസ് 100 എന്ന് പറയുന്നത് 90 ആണ് ഇവിടുത്തെ പെനാൽറ്റീസ് നമ്മൾ ബ്രാക്കറ്റിലാണ് എഴുതുന്നത്. ദെൻ ഇവിടുത്തെ സെക്കൻഡ് റോ എടുക്കുമ്പോഴോ 300 ആൻഡ് 400 ഡിഫറൻസസ് 100. അതുപോലെ ഇവിടെയാണെങ്കിലോ 100 200 ഡിഫറൻസ് 100. അതുപോലെ ഇതിപ്പോൾ നമ്മൾ റോയിലെല്ലാം കണ്ടുപിടിച്ചു. അതുപോലെ കോളം വൈസ് നമുക്ക് എന്ത് ചെയ്യണം, പെനാൽറ്റീസ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് കോളത്തിൽ വരുന്നത് 190 ആൻഡ് 400 ഡിഫറൻസ്. സോ 210. Then 100 300 that is 200. ഇവിടെ 400 and 500 difference 100. Then ഇവിടെ നോക്കുമ്പോഴോ 100ഉം 200 ഡിഫറൻസസ് 100. സോ ഇനി നമ്മൾ നോക്കേണ്ടത് പെനാൽറ്റീസ് എല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു, റോ വൈസ് ആൻഡ് കോളം വൈസ്. പെനാൽറ്റീസ് കണ്ടുപിടിച്ചതിന് ശേഷം ഹയസ്റ്റ് പെനാൽറ്റി നോക്കുക. ഇവിടെ ഇപ്പോൾ കൺസിഡർ ചെയ്യുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് പെനാൽറ്റി എന്ന് പറയുന്നത് 210 ആണ്. അപ്പോൾ ഹയസ്റ്റ് പെനാൽറ്റി വന്ന് ഈ കോളം നമ്മൾ എടുക്കുക. ആ കോളത്തിലെ ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റ് ഏതാണെന്ന് നോക്കുക. ഇതിൽ ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 190 ആണ്. ഈ ലോവസ്റ്റ് കോസ്റ്റ് വരുന്ന സെല്ലിലായിരിക്കും നമ്മൾ അലോക്കേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അലോക്കേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്, അവിടുത്തെ ഡിമാൻഡ് സപ്ലൈ നോക്കുക. അപ്പോൾ 50ഉം 70ഉം ആണ്. 50 നമുക്കിവിടെ അലോക്കേറ്റ് ചെയ്യാം, ബാലൻസ് ഇവിടെ 20 വരും. ഓക്കെ, അലോക്കേഷൻ വരുന്നില്ല. 70 50ൽ ഏറ്റവും ചെറിയ നമ്പർ നമ്മൾ എന്ത് ചെയ്യും, അലോക്കേറ്റ് ചെയ്യും. ബാലൻസ് ഇവിടെ അതിനെ കട്ട് ചെയ്തതിന് ശേഷം ബാലൻസ് ഇവിടെ പെൻഡിങ് എഴുതും. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ 190ൽ നമുക്ക് അലോക്കേഷൻ 50ഉം 70ഉം ആണ്. 50 നമുക്ക് അലോക്കേറ്റ് ചെയ്യാം. സോ ഇവിടെ 50 പോയി. സോ ഈ ലൈനിനെ, ഈ ഒരു കോളത്തിന് നമുക്ക് സ്ട്രൈക്ക് ചെയ്യാം. ആൻഡ് ദെൻ ഇവിടെ 70ൽ 50 പോയി കഴിഞ്ഞാൽ ബാലൻസസ് 20. ഓക്കെ, ഇതിന് നമുക്ക് ക്രോസ് ചെയ്യാം. സോ ഞാൻ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇത്രയുമാണ് ബാലൻസ് ആയിട്ടുള്ള നമ്മുടെ ടേബിൾ. ഇനി നമ്മൾ റിമൈനിങ് ക്രോസ് ചെയ്യാത്ത റിമൈനിങ് വാല്യൂസ് വെച്ചിട്ട് അടുത്ത പെനാൽറ്റി നമ്മൾ കണ്ടുപിടിക്കാം. സോ ഞാനിവിടെ സെക്കൻഡ് എന്ന് എഴുതുവാണ്. അടുത്തത് കണ്ടുപിടിക്കുകയാണ്. ഇവിടെയും സെക്കൻഡ്. ഓക്കെ, സോ ഇവിടെ ബാലൻസിൽ 300 മൈനസ് 100 300 400 300 ഡിഫറൻസ് 100 200. ഇതിൻ്റെ ഡിഫറൻസ് നമ്മളിവിടെ എഴുതുക. അതുപോലെ കോളത്തിൽ ഇവിടെ ഇപ്പോൾ നമുക്ക് കോളത്തിലൊന്നുമില്ല, ബാക്കിയുള്ള കോളം വൈസ് നമ്മൾ എടുക്കുമ്പോൾ 300 മൈനസ് 100 അത് നമ്മൾ എന്ത് ചെയ്യുക, ഡിഫറൻസ് കണ്ടുപിടിച്ച് എഴുതുക. അപ്പം ഞാൻ ഇനി കാണിക്കുന്നത് അത് ഡിഫറൻസ് ആയിരിക്കും ഞാൻ എഴുതിയിരിക്കുന്നത്. ഞാൻ പെനാൽറ്റീസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. പെനാൽറ്റീസിലെ ഹയസ്റ്റ് പെനാൽറ്റി എന്ന് പറയുന്നത് 200 ആണ്. ബട്ട് ഇവിടെ നമുക്ക് 2 200 ഉണ്ട്, ഇവിടെയും ഉണ്ട് ഇവിടെയും ഉണ്ട്. അപ്പോൾ പെനാൽറ്റീസിൽ ടൈ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 2 പെനാൽറ്റീസിൻ്റെയും റോ അല്ലെങ്കിൽ റെസ്പെക്റ്റീവ് കോളം നമ്മൾ കൺസിഡർ ചെയ്യാം. ഇവിടുത്തെ 200ൻ്റെ കോളം നോക്കുക, ഇവിടുത്തെ 200ൻ്റെ റോ നോക്കുക. ഈ കോളവും റോയും നോക്കുമ്പോൾ ഏറ്റവും ചെറിയ കോസ്റ്റ് നോക്കുക. അപ്പോൾ ഈ ഒരു റോയും ഈ ഒരു കോളവും നമ്മൾ നോക്കുമ്പോൾ 100 ആണ് നമുക്ക് ലോവസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെയും ഒരു ടൈ വന്നു, കാരണം ലോവസ്റ്റ് കോസ്റ്റ് നമുക്ക് സെയിം ലോവസ്റ്റ് കോസ്റ്റ് വന്നു. ഇവിടെയും 100 ഉണ്ട്, ഇവിടെയും 100 ഉണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് ലോവസ്റ്റ് കോസ്റ്റിൽ ടൈ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് മാക്സിമം അലോക്കേഷൻ പോസിബിൾ ആകുന്നത് ഏത് കോസ്റ്റിലാണോ അത് നമ്മൾ അലോക്കേറ്റ് ചെയ്യാം. അപ്പോൾ പെനാൽറ്റീസിൽ ടൈ വരുമ്പോൾ ആ ടൈ വരുന്ന പെനാൽറ്റീസിൻ്റെ റോ അല്ലെങ്കിൽ കോളം നോക്കുക, അതിനുള്ളിലെ ലോവസ്റ്റ് കോസ്റ്റ് നോക്കുക. ലോവസ്റ്റ് കോസ്റ്റിൽ ടൈ വരുമ്പോൾ മാക്സിമം പോസിബിൾ അലോക്കേഷൻ ഏത് സെല്ലിലാണോ പോസിബിൾ അത് അലോട്ട് ചെയ്യാം. സോ ഈ ഒരു 100 നോക്കുമ്പോൾ നമുക്ക് എത്ര അലോക്കേറ്റ് ചെയ്യാൻ പറ്റും, ഇവിടെ 80 ഇവിടെ 180 ആണ്. സോ 80 നമുക്ക് അലോക്കേറ്റ് ചെയ്യാം. ഈ ഒരു 100 നമ്മൾ കൺസിഡർ ചെയ്താൽ 20ഉം 140 ആണ്. അപ്പോൾ നമുക്ക് 20 നമുക്ക് ഇതിനകത്ത് അലോക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ മാക്സിമം പോസിബിൾ അലോക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരു 100 എടുത്താലാണ്. ബിക്കോസ് 80 നമുക്ക് അലോക്കേറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 100 എന്ത് ചെയ്യും, ഇവിടെ ആയിരിക്കും നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ പെനാൽറ്റീസ് വന്നതിൽ ഏതെങ്കിലും ഒരു പെനാൽറ്റി വരുന്ന റോയോ കോളം വേണമെങ്കിൽ വെച്ച് ചെയ്യാം. പക്ഷേ എന്നാലും കുറച്ചുകൂടെ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചൊരു ആക്യുറസി ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് തന്നെയായിരിക്കും. സോ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഈ ഒരു 100നെ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്.
ഇവിടെ ഇപ്പോൾ 8 ഞാൻ അലോക്കേറ്റ് ചെയ്യുന്നു. ആൻഡ് ഈ 8 ഇവിടെ പോയി ഇതിനെ എന്ത് ചെയ്യുക, ക്രോസ് ചെയ്യുക. സോ ഞാനിവിടെ 8 അലോക്കേറ്റ് ചെയ്തു, ബാലൻസ് ഇവിടെ 100. ഇനി റിമൈനിങ് ഉള്ള ഈ 2 കോളത്തിനെ വെച്ചിട്ട് ഞാനിവിടെ പെനാൽറ്റീസ് കണ്ടുപിടിക്കുകയാണ്. ആസ് യൂഷ്വൽ എങ്ങനെയാണോ നമ്മൾ ആദ്യം ചെയ്തത് അതുപോലെ തന്നെ പെനാൽറ്റി. ഇവിടെ ഇപ്പോൾ 500 - 100, 600 - 400, 600 - 200. ഇതുപോലെ 2 സൈഡും പെനാൽറ്റീസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ പെനാൽറ്റീസ് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിലെ ഹയസ്റ്റ് പെനാൽറ്റി ഇവിടെ താഴെ 100, 100, ഇവിടെ 400, 200, 400 ആണ്. സോ ഹയസ്റ്റ് പെനാൽറ്റി എന്ന് പറയുന്നത് 400 ആണ്. എഗെയിൻ ഇവിടെ പെനാൽറ്റീസിൽ ടൈ വന്നിട്ടുണ്ട്. പെനാൽറ്റീസിൽ ടൈ വന്നത് കാരണം ആ റെസ്പെക്റ്റീവ് റോ നോക്കി ഈ ഒരു റോയും ഈ ഒരു റോയുമാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഈ 2 റോയിൽ ഏറ്റവും ചെറിയ ലോവസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ ഈ 100ന് നമ്മൾ എന്ത് ചെയ്യുക, അലോക്കേറ്റ് ചെയ്യുക. ഇവിടെ 20, ഇവിടെ 140. സോ 20 നമ്മളിവിടെ അലോക്കേറ്റ് ചെയ്യും. 140 - 20, 120. ഞാനിവിടെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് 20യും റിമൈനിങ് 120 ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ബാലൻസ് ഉള്ള നമ്പേഴ്സ് വെച്ചിട്ട് പെനാൽറ്റീസ് എഗെയിൻ കണ്ടുപിടിക്കുക. സോ എഗെയിൻ ഞാൻ പെനാൽറ്റീസ് 4th സെഷൻ ഞാൻ പെനാൽറ്റി കണ്ടുപിടിക്കുവാണ്. ലാസ്റ്റ് സെക്ഷൻ പെനാൽറ്റിയിൽ നമുക്ക് വന്നിരിക്കുന്നത് 400 ആണ് ഏറ്റവും ഹയസ്റ്റ് വന്നിരിക്കുന്ന വാല്യൂ. സോ ഇവിടെയും 400 ഉണ്ട്. അതായത് ഈ ഒരു റോയും നമ്മൾ നോക്കണം, ഈ 400 വന്ന ഈ ഒരു കോളവും നമ്മൾ നോക്കണം. സോ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ചെറിയ കോസ്റ്റ് എന്ന് പറയുന്നത് 200 ആണ്. അപ്പോൾ 200ൽ നമ്മൾ എന്ത് ചെയ്യുക, അലോക്കേറ്റ് ചെയ്യുക. ഇവിടെ 100, ഇവിടെ 120. 100 അലോക്കേഷൻ വരും, ഇവിടെ റിമൈനിങ് 20 വരും. ഇനി നമ്മൾ ഫർദറായിട്ട് പെനാൽറ്റീസ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് 2 നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. സോ ഓഫ് കോഴ്സ് അതിൻ്റെ ലോവസ്റ്റ് കോസ്റ്റ് ഏതാണെന്ന് നോക്കുക. സോ 400, 600, ലോവസ്റ്റ് കോസ്റ്റ് 400. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, അലോക്കേറ്റ് ചെയ്യാം. ഡിമാൻഡ് 70, സപ്ലൈ 90. സോ 70 നമുക്ക് എന്ത് ചെയ്യാം, അലോക്കേറ്റ് ചെയ്യാം. ബാലൻസ് ഇവിടെ 20 വരും. ഓക്കെ, ഞാനപ്പോൾ ആ കോളം ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇനി ബാലൻസ് നമുക്ക് 600 മാത്രമേ ഉള്ളൂ കോസ്റ്റ്. അതിൻ്റെ അലോക്കേഷൻ നോക്കിക്കേ, 20 സപ്ലൈ ഉണ്ട് ആൻഡ് ഓൾസോ 20 ഡിമാൻഡാണ്. സോ അത് ബാലൻസ് ആയി. അകത്ത് നമുക്ക് എന്ത് ചെയ്താൽ മതി, 20 അലോക്കേഷൻ കൊടുത്താൽ മതി. സോ നമ്മുടെ ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ അതിൻ്റെ ആ ടേബിൾ നമുക്ക് ഫൈനലൈസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ അലോക്കേഷനുള്ള ഇതിൽ എത്ര അലോക്കേഷൻ ഉണ്ട്, 6 അലോക്കേഷൻസ് ഉണ്ട്. 1, 2, 3, 4, 5, 6 അലോക്കേഷൻസ് ഉണ്ട്. ഈ 6 അലോക്കേഷൻസ് ഉള്ള ഈ ഒരു ടേബിളിൽ നമ്മൾ ഒന്നുകൂടെ എടുത്ത് എഴുതുവാണ്. അപ്രോക്സിമേഷൻ പ്രോബ്ലം നമ്മൾ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയ അലോക്കേഷൻസ് എല്ലാം കൂടി ചെയ്തിട്ടുള്ള മോഡിഫൈഡ് ടേബിളാണ് ഞാനിവിടെ ഡ്രോ ചെയ്തിരിക്കുന്നത്. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഫേസ് ആണ്, ടെസ്റ്റ് ഫോർ ഒപ്റ്റിമാലിറ്റി അല്ലെങ്കിൽ മോഡി മെത്തേഡ് യൂസ് ചെയ്ത് ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്യാം. സോ ആ സെക്കൻഡ് ഫേസ് ചെയ്യുന്നതിന് മുന്നേ നമ്മളിത് ഫീസിബിൾ ആണോ അല്ലയോ എന്നുള്ളത് കൂടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഫീസിബിൾ ആണോ എന്ന് അറിയാനായിട്ട് m + n - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് അലോക്കേഷൻസ്. അപ്പോൾ m എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോസ് ആണ്. എത്ര റോ ഉണ്ട്, 1, 2, 3. ഇവിടെ 3 റോസ് ഉണ്ട്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളംസ് ആണ്, 1, 2, 3, 4. അപ്പോൾ 3 റോസും 4 കോളംസും ഉണ്ട്. -1 ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് അലോക്കേഷൻസ് എന്ന് പറയുന്നത് ഇവിടെ 1, 2, 3, 4, 5, 6. ഓക്കെ, അപ്പോൾ 6 അലോക്കേഷൻസ് ആണ് നമുക്കിവിടെ ഉള്ളത്. സോ 3 + 4 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. ആ കണ്ടീഷൻ ഇവിടെ ഓക്കെ ആണ്. സോ ഇറ്റ് ഈസ് ഫീസിബിൾ സൊല്യൂഷൻ ആണ് ഇത്. അപ്പോൾ ഇനി നമ്മൾ സെക്കൻഡ് ഫേസിലോട്ട് കടക്കുകയാണ്. സെക്കൻഡ് ഫേസിലെ ആദ്യത്തെ സെഷൻ എന്ന് പറയുന്നത് ഫോർ അലോക്കേറ്റഡ് സെൽസിന് വേണ്ടിയിട്ട് യു ആൻഡ് വി വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അലോക്കേറ്റഡ് സെൽസ് എന്ന് പറയുന്നത് ഇവിടെ ഈ ബോക്സ് വരച്ചിരിക്കുന്നില്ലേ, അലോക്കേഷൻസ് കാണിച്ചിരിക്കുന്ന ഈ ഓരോ സെൽസിനും യു ആൻഡ് വി വാല്യൂസ് കണ്ടുപിടിക്കാം. അതിൻ്റെ ഫോർമുല CIJ = UI + VJ എന്നാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഈ ടേബിളിൽ കാണിക്കാം. യു വാല്യൂസ് എന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് യു വാല്യൂസ്. ഇത് U1, U2, U3. ഇനി ഈ ടോപ്പിലുള്ള V1, V2, V3, V4. സോ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ യു എഴുതുന്നത്. ടോപ്പ് പോർഷനിൽ നമ്മൾ വിയും എഴുതും. ഞാനിവിടെ യു വാല്യൂസും വി വാല്യൂസ് എഴുതാനുള്ള സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് U1, U2, U3 എന്നും V1, V2, V3, V4 എന്നൊക്കെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ഫോർമുല CIJ = UI + VJ ആണ്. ഓക്കെ, അപ്പോൾ CIJ ഇവിടുത്തെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആദ്യത്തെ അലോക്കേറ്റഡ് സെൽസിന് വേണ്ടിയിട്ടുള്ള CIJ എന്ന് പറയുന്നത്
അലോക്കേറ്റഡ് സെൽസിൻ്റെ കോസ്റ്റ് ആണ്. സോ ഈ അലോക്കേറ്റഡ് സെല്ലിൻ്റെ കോസ്റ്റ് 190, ഇവിടുത്തെ അലോക്കേറ്റഡ് സെല്ലിൻ്റെ കോസ്റ്റ് 100, ഇവിടുത്തേത് 400, 600, 100, 200. ഇതാണ് ഇവിടുത്തെ CIJ എന്ന് പറയുന്നത്. UIVJ ഓരോ കോസ്റ്റ് സെല്ലിനും അത് ഡിഫറെൻ്റ് ആയിരിക്കും നമ്പേഴ്സ് എന്ന് പറയുന്നത്. എല്ലാ പ്രോബ്ലത്തിലും നമ്മൾ മോഡി മെത്തേഡ് ചെയ്യുമ്പോൾ ആദ്യം U1 എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ 0 ആയിട്ടായിരിക്കും അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ U1 എന്ന് പറയുന്നത് എപ്പോഴും 0 തന്നെയായിരിക്കും വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ U1 പ്ലസ് VJ, ഇവിടെ V1 അല്ലേ, UI പ്ലസ് VJ ഈക്വൽ ടു CIJ ആണ്. ഇതെല്ലാം നമ്മൾ അലോക്കേറ്റഡ് സെല്ലിന് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അലോക്കേഷൻ ഫസ്റ്റ് സെൽ ഇതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ വരും, U1 പ്ലസ് V1 ഈക്വൽ ടു 190. U1 നമ്മൾ 0 ആയിട്ട് തന്നെ അസ്യൂം ചെയ്തു, V1 വാല്യൂ നമുക്കറിയില്ല, ആൻഡ് CIJ നമുക്കറിയാം 190. 0 പ്ലസ് V1 ഈക്വൽ ടു 190. അപ്പോൾ V1 വാല്യൂ എത്രയായിരിക്കും, 190 തന്നെയായിരിക്കും. 0 പ്ലസ് 190 അല്ലേ 190. V1ൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. നമുക്ക് U2ൻ്റെ വാല്യൂ നോക്കാം. U2 ഇവിടുത്തെ പോട്ടെ, ഇവിടുത്തെ ഫസ്റ്റ് റോയിൽ തന്നെ നമുക്ക് ഒരു വാല്യൂ കൂടെ ഉണ്ട്. U1 നമുക്കറിയാം 0 ആണെന്ന്, V4 നമുക്കറിയില്ല, ബട്ട് CIJ ഈസ് 100. 0 പ്ലസ് V4 ഈക്വൽ ടു 100. അപ്പോൾ ഇവിടെ എത്ര തന്നെ ആയിരിക്കും, 100 തന്നെയായിരിക്കും വാല്യൂ എന്ന് പറയുന്നത്. 0 പ്ലസ് 100 ഇസ് ഈക്വൽ ടു 100. ദെൻ ഇവിടുത്തെ വാല്യൂ ആണെങ്കിലോ, നമുക്കിവിടെ U2 വാല്യൂ അറിയില്ല, V3 അറിയില്ല, രണ്ട് വാല്യൂസും അറിയില്ല. സോ ജസ്റ്റ് സ്കിപ്പ് ചെയ്യാം. ഇവിടുത്തെ ആണെങ്കിലോ നമുക്ക് ഈ ഒരു അലോക്കേറ്റഡ് സെൽ എടുക്കുമ്പോൾ U2ൻ്റെ വാല്യൂ അറിയില്ല, പക്ഷേ V4ൻ്റെ വാല്യൂ അറിയാം അല്ലേ. U2 പ്ലസ് V4 ഇവിടെ എത്രയാണ്, 100 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 600. അപ്പോൾ U2 എത്രയായിരിക്കും, 500 ആയിരിക്കും. 500 പ്ലസ് 100 ഇസ് ഈക്വൽ ടു 600. U2ൻ്റെ വാല്യൂ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, U2ൻ്റെ വാല്യൂ കിട്ടി. സോ ദാറ്റ് നമുക്ക് V3 കണ്ടുപിടിക്കാമല്ലോ. ഈ അലോക്കേറ്റഡ് സെല്ലിന് 500 പ്ലസ് V3 ഇസ് ഈക്വൽ ടു 400 അല്ലേ. അപ്പോൾ 400 വരണമെന്നുണ്ടെങ്കിൽ 500ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ മതിയാവും, ഒരു -100 ആഡ് ചെയ്താൽ മതിയാവും. ഇനി നമുക്ക് നോക്കേണ്ട U3യുടെ വാല്യൂ നമുക്കറിയില്ല. ഈ അലോക്കേറ്റഡ് സെല്ലിന് V2ൻ്റെ വാല്യൂ നമുക്കറിയില്ല. സോ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ സ്കിപ്പ് ചെയ്യുക ടെമ്പററി. നമ്മൾ അടുത്ത അലോക്കേറ്റഡ് സെല്ലിലോട്ട് വന്നു. ഇവിടെ U3യുടെ വാല്യൂ അറിയില്ല, പക്ഷേ V4ൻ്റെ വാല്യൂ അറിയാം. സോ U3 പ്ലസ് V4 100 അല്ലേ. U3 പ്ലസ് 100 ഇസ് ഈക്വൽ ടു 200. 200 വരാനായിട്ട് ഇവിടെ എത്ര ആഡ് ചെയ്താൽ മതിയാവും, നമുക്ക് 100 ആഡ് ചെയ്താൽ മതിയാവും. ഇപ്പോൾ U3യുടെ വാല്യൂ നമുക്ക് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് റിമൈനിങ് V2ൻ്റെ വാല്യൂ മാത്രമേ ഇനി കണ്ടുപിടിക്കാനുള്ളൂ. സോ U3 പ്ലസ് V2 ഇസ് ഈക്വൽ ടു 100. 100 പ്ലസ് 0 ആയിരിക്കും നമുക്കിവിടെ 100 കിട്ടുന്നത്. സോ V2 എന്ന് പറയുന്നത് 0 ആണ്. സോ നമുക്കിവിടെ എല്ലാ U വാല്യൂസും V വാല്യൂസിനും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സെക്കൻഡ് ഫേസിൽ തന്നെ നമ്മൾ 2 സെഷനുണ്ട്. ഫസ്റ്റ് സെഷനാണ് അലോക്കേറ്റഡ് സെൽസിന് വേണ്ടിയിട്ടുള്ള യുവും വിയും വാല്യൂസ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. ഇനി സെക്കൻഡ് ഫേസിൽ തന്നെ നമുക്ക് ഒരു സെഷനും കൂടെ ഉണ്ട് അൺഅലോക്കേറ്റഡ് സെൽസിന് വേണ്ടിയിട്ടുള്ളത്. ഇനി അൺഅലോക്കേറ്റഡ് സെൽസിൻ്റെ എങ്ങനെയാണ് അതിലെ ആപ്ലിക്കേഷൻ എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അൺഅലോക്കേറ്റഡ് സെൽസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫൈൻഡ് ദ പെനാൽറ്റീസ് ബൈ യൂസിങ് ദ ഫോർമുല Pij is equal to UI plus VJ minus CIJ. ഈ ഒരു ഫോർമുലയിൽ നമ്മൾ പെനാൽറ്റീസ് അൺഅലോക്കേറ്റഡ് സെൽസിന് വേണ്ടി കണ്ടുപിടിക്കുക എന്നുള്ളത്. അൺഅലോക്കേറ്റഡ് ആയിട്ടുള്ള സെൽസ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇതിലിപ്പോൾ ആദ്യത്തെ റോയിൽ ഈ സെക്കൻഡ് കോളത്തിൽ കാണിക്കുന്ന 300 ആണ് ഇവിടുത്തെ ഫസ്റ്റ് അൺഅലോക്കേറ്റഡ് ആയിട്ടുള്ള സെൽ. അപ്പോൾ ഈ സെല്ലിന് നമ്മൾ ആദ്യം CIJ എഴുതുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതായത് ഇത് ഫസ്റ്റ് ഈ 300 എന്ന് പറയുന്ന ആദ്യത്തെ അൺഅലോക്കേറ്റഡ് സെൽ ആദ്യത്തെ റോയിൽ സെക്കൻഡ് കോളത്തിലാണ് കാണിക്കുന്നത്. അതായത് ഇതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ C12 എന്ന് നമ്മൾ എഴുതണം. അതായത് C12 എന്നായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ താഴോട്ട് എഴുതുവാണ്. അതുപോലെ ഇവിടുത്തെ രണ്ടാമത്തെ സെല്ല് നോക്കുമ്പോൾ ഫസ്റ്റ് റോയിൽ തേർഡ് കോളമാണ്. അപ്പോൾ നമ്മൾ എഴുതുന്നത് C13. ഇനി നോക്കുന്നത് നമുക്ക് അൺഅലോക്കേറ്റഡ് സെൽ ഇവിടെയാണ്. അപ്പോൾ ഇതെങ്ങനെ എഴുതാം, C21 രണ്ടാമത്തെ റോ ഫസ്റ്റ് കോളം C21. ഓക്കെ, ഇനി അതുപോലെ ഈ 300 വരുന്നത് ഇത് സെക്കൻഡ് റോയിൽ സെക്കൻഡ് കോളമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത്, C22. അതുപോലെ
ഈ ഒരു സെല്ലിനും ഈ ഒരു സെല്ലിനും കൂടെ ഞാൻ ആ വാല്യൂസിൻ്റെ റെപ്രസെൻറ്റേഷൻ കൊടുക്കുവാണ്. സോ ഞാനിവിടെ CIJ വാല്യൂസ് എല്ലാം തന്നെ എഴുതിയിട്ട് അതിൻ്റെ എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടുന്ന റെപ്രസെൻറ്റേഷൻസ് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പറഞ്ഞില്ലായിരുന്നോ, PIJ is equal to UI plus VJ minus CIJ. ഈ ഒരു ഇക്വേഷൻ്റെ ഫോമിൽ നമ്മൾ ആ ടേബിളിലുള്ള വാല്യൂസിനെ വെച്ച് C12 ഇതിൻ്റെ ഓരോ വാല്യൂ കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ ഫോമുല ഓർത്ത് വെച്ചോളൂ, UI plus VJ minus CIJ. ഇതെങ്ങനെയാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് നോക്കാം. ആദ്യത്തെ സെൽ നമ്മുടെ C12 എന്ന് പറയുന്ന സെല്ല് നമ്മൾ കൺസിഡർ ചെയ്യാം. ഇതെടുക്കുക. ഇതിൻ്റെ നമ്മൾ എങ്ങനെയാണ് ഫോമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? UI plus VJ minus CIJ. അപ്പോൾ ഈ ഒരു അൺഅലോക്കേറ്റഡ് സെല്ലിൻ്റെ UI എന്ന് പറയുന്നത് എത്രയാണ്? 0 പ്ലസ് VJ എന്ന് പറയുന്നത് എത്രയാണ്? V2 0 മൈനസ് CIJ ഇവിടെ എത്രയാണ്? 300 ഈക്വൽ ടു എത്രയായി? -300. അതുപോലെ C13 എന്ന് പറയുന്നത് ഈ 500 വരുന്ന സെല്ലാണ്. ഇവിടെ നമ്മൾ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? UI 0 പ്ലസ് V3 -10 മൈനസ് 500. ഇങ്ങനെ ഓരോ സെൽ വാല്യൂസ് അല്ലെങ്കിൽ ആ C21, C22, C31, C33 റെസ്പെക്റ്റീവായിട്ട് നമ്മൾ UI വാല്യൂസും VJ വാല്യൂസും ആഡ് ചെയ്തിട്ട് CIJ വാല്യൂ മൈനസ് ചെയ്യുവാണ്. അപ്പോൾ ഇനി ഞാനത് എല്ലാം ചെയ്തതിൻ്റെ വാല്യൂസ് ആയിരിക്കും കാണിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ എല്ലാ വാല്യൂസും ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കുക, ഇവിടെ കിട്ടിയ ബാക്കി എല്ലാ വാല്യൂസിനും നമുക്ക് നെഗറ്റീവ് ഉണ്ട് അല്ലേ? നെഗറ്റീവ് ഇല്ലാത്തതായിട്ട് നമുക്ക് ഒരേ ഒരു പോസിറ്റീവ് വാല്യൂ ഉള്ളൂ. ഇവിടെ പറയുന്നത് നമുക്ക് കിട്ടുന്ന PIJ വാല്യൂസ് എല്ലാം നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ മീനിങ് നമ്മുടെ സൊല്യൂഷൻ ഒപ്റ്റിമൽ ആണ് എന്നതാണ്. ഏതെങ്കിലും ഒരു വാല്യൂ, ഒന്നിൽ കൂടുതൽ വാല്യൂ PIJ വാല്യൂസ് പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് നമ്മുടെ പ്രോബ്ലം കണ്ടിന്യൂ ചെയ്യണം, കാരണം ഒപ്റ്റിമൽ സൊല്യൂഷൻ ആയിട്ടില്ല എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെയുള്ള PIJ വാല്യൂസ് നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്നതെല്ലാം PIJ വാല്യൂസ് ആണ്. -300, -600, -10, 200, -110, -600 ഇതെല്ലാം PIJ വാല്യൂസ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു വാല്യൂ മാത്രം പോസിറ്റീവായിട്ട് വന്നു, ബാക്കിയെല്ലാം നെഗറ്റീവാണ്. അപ്പോൾ എല്ലാം നെഗറ്റീവ് ആയിരുന്നെങ്കിൽ നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ ആയതന്നെ. പക്ഷേ ഇവിടെ നമുക്ക് ഒരു പോസിറ്റീവ് വാല്യൂ വന്നു. പോസിറ്റീവ് വാല്യൂ വന്നത് കാരണം അത് ഒപ്റ്റിമൽ സൊല്യൂഷൻ അല്ല. നമുക്ക് ഇനിയും സ്റ്റെപ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ പോസിറ്റീവ് വാല്യൂ വരുന്നത്, ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾ ചെയ്യുന്ന പ്രോബ്ലത്തിൽ ഒന്നിൽ കൂടുതൽ പോസിറ്റീവ് വാല്യൂസ് വന്നു കഴിഞ്ഞാൽ അതിൽ ഹയസ്റ്റ് പോസിറ്റീവ് വാല്യൂ ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. ഈ പ്രോബ്ലത്തിൽ നമുക്ക് ഒരേ ഒരു പോസിറ്റീവ് വാല്യൂ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ ഡയറക്റ്റായിട്ട് എടുക്കുകയാണ്. സോ ഇവിടെ വന്നിരിക്കുന്നത് ഒരേ ഒരു പോസിറ്റീവ് വാല്യൂ 200. സപ്പോസ് ഒന്നിൽ കൂടുതൽ പോസിറ്റീവ് വാല്യൂസ് ഉണ്ടെങ്കിൽ ഹയസ്റ്റ് മാക്സിമം അല്ലെങ്കിൽ ഹയസ്റ്റ് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോസിറ്റീവ് വാല്യൂ വന്ന ആ സെല്ലിനെ നമ്മൾ എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ C22 എന്ന് പറയുന്നത് ഈ പൊസിഷനിലാണ്. ഇവിടെയാണ് നമ്മുടെ ഹയസ്റ്റ് ആയിട്ടുള്ള പോസിറ്റീവ് വാല്യൂ വന്നിരിക്കുന്ന ഈ സെല്ലാണ്. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ്ലി എടുക്കുവാണ്. അപ്പോൾ C22 എന്ന് പറയുന്ന ഈ ഒരു സെല്ലിനെ നമ്മൾ മാർക്ക് ചെയ്യാം. ഓക്കെ, ഈ മാർക്ക് ചെയ്തിരിക്കുന്ന സെല്ലിന് നമ്മൾ പറയുന്നത് ബേസിക് സെല്ലെന്നാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് സെല്ലെന്ന് വേണമെങ്കിൽ പറയാം. ബേസിക് സെല്ലാണ് ഇത്. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ റീച്ച് ആവാനായിട്ട് ഇനി നമ്മൾ ഒരു ലൂപ്പ് വരയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ലൊക്കേഷൻ കിട്ടിയല്ലോ. ഈ ഒരു പോയിന്റ് നമ്മൾ ബേസിക് സെല്ലാണ്. ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമുക്കൊരു ലൂപ്പ് വരയ്ക്കണം. സാധാരണ നമ്മൾ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ലൈൻസ് യൂസ് ചെയ്തിട്ടാണ് ഒരു ക്ലോസ്ഡ് ലൂപ്പ് വരയ്ക്കുന്നത് മോഡി മെത്തേഡിൽ. ഓക്കെ, അപ്പോൾ ഇതിലെപ്പോഴും ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഈ പോയിന്റ് കണ്ടുപിടിക്കുന്നില്ലേ, ഹയസ്റ്റ് പോസിറ്റീവ് വാല്യൂ വന്ന PIJ വാല്യൂ വന്ന ആ ഒരു സെൽ, അതിൽ നിന്നായിരിക്കും നമ്മൾ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ബേസിക് സെല്ലെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ലൂപ്പ് വരയ്ക്കുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലൂപ്പ് വരയ്ക്കുമ്പോൾ നമ്മൾ അപ്പോൾ അതിൽ കോർണേഴ്സ് വരും. ആ ലൂപ്പ് വരയ്ക്കുമ്പോൾ അതിൻ്റെ കോർണേഴ്സ് എന്ന് പറയുന്നത് അലോക്കേറ്റഡ് സെൽസ് ആയിരിക്കണം.
ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ലൂപ്പ് വരയ്ക്കേണ്ടത്. അപ്പോൾ 300 എന്ന് പറയുന്ന സെല്ലിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് വരേണ്ടത് നമ്മുടെ ലൂപ്പ് വരയ്ക്കുമ്പോൾ ഉള്ള എല്ലാ ലൈൻസിൻ്റെയും കോർണേഴ്സിൽ നമുക്ക് അലോക്കേറ്റഡ് സെൽസ് വരണം. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയായിരിക്കും വരയ്ക്കാൻ പറ്റുന്നത്? ഇവിടെ നിന്ന് എനിക്ക് താഴോട്ട് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൈനെ ഞാൻ താഴോട്ട് വരച്ചു. ഇവിടെ എനിക്ക് എന്താണ് ഉള്ളത്? അലോക്കേറ്റഡ് സെല്ലാണ് ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ കോർണറായി. ഓക്കെ, അലോക്കേറ്റഡ് സെല്ലാണ്. ഇവിടെ നിന്ന് എനിക്ക് എന്ത് ചെയ്യാം? ടേൺ ചെയ്ത് ഞാൻ ഈ ഒരു പൊസിഷനിലെത്തി. ഇവിടെ വന്നപ്പോൾ വീണ്ടും എനിക്ക് അലോക്കേറ്റഡ് ആയിട്ടുള്ള സെല്ല് കിട്ടി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? മേളിലോട്ട് ലൂപ്പ് വരച്ചു. ഇവിടെയും എനിക്ക് അലോക്കേറ്റഡ് സെല്ല് വന്നു. ഇനി എന്ത് ചെയ്യാം? തിരിച്ച് നമുക്ക് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് ആ പൊസിഷനിലേക്ക് തിരിച്ചെത്താം. അപ്പോൾ ലൂപ്പ് വരയ്ക്കുമ്പോൾ നോക്കിക്കേ, സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളൊരു പോയിൻ്റ് ആയിരിക്കും. ആ സ്റ്റാർട്ട് ചെയ്യുന്നത് അൺഅലോക്കേറ്റഡ് സെല്ലായിരിക്കും. ബാക്കി അത് ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ കോർണേഴ്സിലെല്ലാം അലോക്കേറ്റഡ് സെല്ലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ തന്നെ ആ ലൂപ്പ് തിരിച്ചു വരികയും വേണം. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയ ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറയുന്നത്. ഈ ക്ലോസ്ഡ് ലൂപ്പിൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതാണല്ലോ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. ഈ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിനെ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് പോസിറ്റീവായിരിക്കും. അപ്പോൾ അതിൻ്റെ അഡ്ജസൻറ്റ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈൻ വരും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും പോസിറ്റീവിലായിരിക്കും. അതിൻ്റെ തൊട്ടടുത്തപ്പോൾ എങ്ങനെ വരും? അഡ്ജസൻ്റ് ആയിട്ട് വരുമ്പോൾ നെഗറ്റീവ്. ഇവിടെ എങ്ങനെ വരും? പോസിറ്റീവ്. ഇവിടെ നെഗറ്റീവ് വരും. സ്റ്റാർട്ട് ചെയ്യുന്നത് പോസിറ്റീവ്, അതിൻ്റെ അടുത്ത് ഓപ്പോസിറ്റ് സൈൻ, അതിൻ്റെ അടുത്ത് വീണ്ടും ഓപ്പോസിറ്റ് വരും. അങ്ങനെ വരുമ്പോൾ ഒരു ലൂപ്പിൽ നമുക്കിപ്പോൾ ഈ ഒരു ലൂപ്പിൽ നമുക്ക് 2 നെഗറ്റീവും 2 പോസിറ്റീവും വന്നു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് നെഗറ്റീവ്സ് വന്നത് എവിടെയാണെന്ന് നോക്കുക. ഇവിടെയും ഒരു നെഗറ്റീവ്, ഇവിടെ നമുക്ക് നെഗറ്റീവ് ഉണ്ട്, ഇവിടെ നമുക്ക് നെഗറ്റീവ് ഉണ്ട്. ഈ 2 നെഗറ്റീവ് വന്നിരിക്കുന്ന സെല്ലിൻ്റെ അലോക്കേഷൻസ് നോക്കുക. ഇവിടുത്തെ അലോക്കേഷൻ 80, ഇവിടുത്തെ അലോക്കേഷൻ 20. 80 ആണോ 20 ആണോ ചെറിയ നമ്പർ? 20 ആണ് ചെറിയ നമ്പർ. ആ 20 അല്ലെങ്കിൽ ലോവസ്റ്റ് നമ്പറിനെ നമ്മളിവിടെ സൈൻ അനുസരിച്ച് നമ്മൾ ആഡ് ചെയ്യുക, മൈനസ് വരുന്നിടത്ത് ഡിഡക്റ്റ് ചെയ്യാം. സോ ഞാനിവിടെ ആ 20 ഇവിടെ പ്ലസ് ചെയ്യുന്നു, 20 ഇവിടെ മൈനസ് ചെയ്യുന്നു, 80ൽ നിന്ന് 20 മൈനസ് ചെയ്യുന്നു, 100ൽ നിന്നും 20 പ്ലസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ ചേഞ്ചസ് വരുത്തിയ അടുത്ത മോഡിഫൈഡ് ടേബിളായിരിക്കും ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ഞാനിവിടെ മോഡിഫൈ ചെയ്തിട്ടുള്ള ടേബിളാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. സോ ഇതിൽ ചേഞ്ചസ് വരാത്ത എല്ലാ അലോക്കേഷൻസ് അതുപോലെ തന്നെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഈ ചേഞ്ച് വരുന്നതെന്ന് നോക്കാം. ഓൾറെഡി ഞാൻ പറഞ്ഞു, ഈ 80, 20 2 നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്. ആ നെഗറ്റീവ് നമ്പേഴ്സിൽ ചെറിയ നമ്പർ 20 ആണ്. ആ 20 എന്ത് ചെയ്യണം? ഇവിടെ പോസിറ്റീവ് സൈനാണ്. അപ്പോൾ ഇവിടെ നേരത്തെ അലോക്കേഷൻ ഇല്ലായിരുന്നു, പക്ഷേ ഈ 20 ഇവിടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും അലോക്കേഷൻ ഇല്ലാതിരുന്ന അൺഅലോക്കേറ്റഡ് സെല്ലിൽ എന്ത് വന്നു? 20 അലോക്കേഷൻ വന്നു. അതുപോലെ ഇവിടുത്തെ 20 നമുക്ക് മൈനസ് ആണ്. 20 മൈനസ് 20 0. അപ്പോൾ അവിടെ അലോക്കേഷൻ നേരത്തെ ഉണ്ടായിരുന്നു, ആ അലോക്കേഷൻ എന്ത് ചെയ്തു? ഇവിടെ മാറി. ദെൻ 100 ഇവിടെ പോസിറ്റീവ് സൈനാണ്. അപ്പോൾ 100 പ്ലസ് 20 120. അപ്പോൾ ഇവിടുത്തെ അലോക്കേഷൻ 100 മാറിയിട്ട് 120 ആയി. അതുപോലെ ഇനി ചേഞ്ച് വരുന്നത് റിമൈനിങ് ആയിട്ടുള്ളത് 80 ആണ്. 80യുടെ അവിടെ മൈനസ് ആണ്. സോ 80 മൈനസ് 20 60. സോ ഇവിടുത്തെ അലോക്കേഷൻ 60 ആയി. സോ ഇതാണ് നമ്മുടെ പുതിയ ടേബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ കിട്ടിയ ഈ ടേബിളിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? UV വാല്യൂസ് കണ്ടുപിടിച്ചില്ലേ? അതായത് ആ സ്റ്റെപ്സ്, സെക്കൻഡ് ഫേസിൻ്റെ UV വാല്യൂസ് കണ്ടുപിടിക്കുന്നത് അലോക്കേറ്റഡ് സെൽസിന് വേണ്ടിയിട്ട്, അതുപോലെ അൺഅലോക്കേറ്റഡ് സെൽസിന് വേണ്ടി PIJ വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. ഈ സ്റ്റെപ്സ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. വീണ്ടും നമ്മൾ U1, U2, U3, V1, V2, V3, V4 അലോക്കേറ്റഡ് സെൽസിന് വേണ്ടിയിട്ട് നമുക്ക് ഈ വാല്യൂസ് കണ്ടുപിടിക്കാം. അപ്പോൾ U1 എന്ന് പറയുന്നത് നമ്മൾ 0 ആയിട്ട് തന്നെയാണ് അസ്യൂം ചെയ്യുന്നത്. സോ U1 0 ആയി. U1 പ്ലസ് V1 ഈക്വൽ ടു 190 എന്നാണ് അല്ലേ? UI പ്ലസ് VJ ഈക്വൽ ടു CIJ. ഇതാണ് നമ്മുടെ ഫോർമുല. സോ ഇവിടെ എത്രയായിരിക്കും വരുന്നത്? നമുക്ക് 190 ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ ഇതുപോലെ അടുത്തത് നമുക്കിവിടെ അറിയാം ഈ ഒരു അലോക്കേറ്റഡ് സെല്ലാണ് അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ അലോക്കേറ്റഡ് സെൽസാണ് കൺസിഡർ ചെയ്യുന്നത്. സോ U1 പ്ലസ് V4 ഈക്വൽ ടു 100. അതായത് 0 പ്ലസ് V4 ഈക്വൽ ടു 100. അപ്പോൾ ഇവിടെ എന്ത് വരും? 100 വരും.
അങ്ങനെ എല്ലാത്തിൻ്റെ വാല്യൂസ് ഞാനിനി കണ്ടുപിടിച്ചിട്ട് ഇവിടെ എഴുതുവാണ്. സോ അലോക്കേറ്റഡ് സെൽസിൻ്റെ എല്ലാ യു വാല്യൂസും വി വാല്യൂസും ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി അൺഅലോക്കേറ്റഡ് സെൽസിൻ്റെ PIG വാല്യൂസാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് അൺഅലോക്കേറ്റഡ് ആയിട്ട് വരുന്നത് ഇവിടെ വരും 300 വരുന്നു. അതായത് C12. അടുത്ത് വരുന്നത് ഏതാണ്? ഇത് അൺഅലോക്കേറ്റഡ് ആണ്. സോ C13. ദെൻ ഇത് അൺഅലോക്കേറ്റഡ് ആണ്. C21, C24, C31, C33. ഇത്രയുമാണ് നമുക്കിവിടെ വരുന്ന അൺഅലോക്കേറ്റഡ് സെൽസിൻ്റെ PIG വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ഇനി ഞാൻ അതെല്ലാം ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുവാണ്. ഇനി ഈ PIG നമ്മുടെ ഫോർമുല PIG = UI + VG - CIG ഈ ഒരു ഫോർമാറ്റിൽ ഓരോ ഇക്വേഷൻസ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. C12 എന്ന് പറയുമ്പോഴത്തേക്കും ഏതാണ് ഇവിടെയാണ് വരുന്നത്. സോ ഇവിടുത്തെ UI എന്ന് പറയുന്നത് 0 + VG എന്ന് പറയുന്നത് 0 - CIG എന്ന് പറയുന്നത് 300 ആണ്. അങ്ങനെ ഓരോന്നിനും ഞാനിവിടെ ഈ ഒരു ഫോർമാറ്റിൽ എഴുതുവാണ്, വാല്യൂസ് കണ്ടുപിടിക്കുവാണ്. എല്ലാ വാല്യൂസും കണ്ടുപിടിച്ചിട്ടുണ്ട്. നോക്കിക്കേ, ഇവിടുത്തെ PIG വാല്യൂസിൻ്റെ എല്ലാം വാല്യൂസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നെഗറ്റീവാണ്. സോ ഒരു വാല്യൂ പോലും നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടിയില്ല. അപ്പോൾ ഇവിടുത്തെ PIG വാല്യൂസ് എല്ലാം നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒപ്റ്റിമൽ ആണെന്ന് പറയാം. സോ ഇവിടെ ജസ്റ്റ് ഒരു ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കാം. വെറുതെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ഹിയർ ഓൾ ദി PIG വാല്യൂസ് ആർ നെഗറ്റീവ്, ദെർഫോർ ദി സൊല്യൂഷൻ ഇസ് ഒപ്റ്റിമൽ. ഇനി നമ്മൾ ചെയ്യേണ്ട ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. നമ്മളിവിടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കണ്ടുപിടിച്ചിരിക്കുവാണ്. സോ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് നമ്മൾ ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ഒപ്റ്റിമൽ സൊല്യൂഷൻ റീച്ച് ആയെന്ന് പറഞ്ഞ് ആ ഒരു ടേബിൾ എടുക്കുക. ആ ടേബിളിൽ അലോക്കേഷനും കോസ്റ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 50 × 190, 20 × 100, 20 × 300, 70 × 400, 60 × 100, 120 × 200. ഇത്രയും കൂടെ നമ്മൾ റെസ്പെക്റ്റീവായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ 75,500. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ മോഡി മെത്തേഡ് യൂസ് ചെയ്ത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്.